ഹലോ എവ്രി വൺ. ട്രെയിൻ സ്ട്രീറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന കേട്ടോ. ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് റൈസ് നൂഡിൽ സൂപ്പും ചിക്കനുമാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു. ഇതൊരു സ്പെഷ്യൽ റൈസും സോസേജും ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്തതിൽ എന്താ നോക്കാം. ഇതിൽ പൊട്ടാറ്റോ കറിയും എഗ്ഗും പിന്നെ വെജീസും ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യണമായിരുന്നു. കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് കുഞ്ഞു ഓറഞ്ചാണ്. ബേബി ടൊമാറ്റോ ഉണ്ടായിരുന്നു. കുറേ വെജീസ് ഉണ്ടായിരുന്നു. ഇത്രയും പേരവിടെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ എടുത്തത് ഇതെല്ലാമായിരുന്നു. എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് ജ്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സെൽഫ് സർവീസ് ആണ്. എല്ലാവരും തന്നെ എടുത്തിട്ട് വന്ന് നമ്മളെല്ലാം കൂടിയിട്ട് കഴിക്കുകയായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ പോകുന്നത് നിൻബിനിലോട്ടാണ്. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ നിൻബിനിലാണ്. അപ്പോൾ നിൻബിനിൽ ഉള്ള വിശേഷങ്ങൾ കാണിക്കാം. നിൻബിനിൽ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ബാംബു ഫാക്ടറി കണ്ടു. അപ്പോൾ ഞങ്ങൾ ടൂർ ഗൈഡ് അവിടെ നിർത്തിയിട്ട് പുള്ളി അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പറയുമായിരുന്നു. They make your product, from the bamboo, okay. Like clothes, sock, any toys, toothbrush, everything from the bamboo. Okay. So we are very famous in Vietnam, for making a bamboo product like this. Because now we less, the use like something not good for the nature. So all the bamboo, the good for the nature. We grow it and we make it, and we export a lot of product like this to different countries. പുള്ളി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാംബു കൊണ്ടുള്ള നേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അത് കൺട്രീസിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാംബു കൊണ്ട് സോക്സ്, പിന്നെ ഡ്രസ്സസ്, ടോയ്സ്, ബാഗ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഈ കാണുന്ന പിങ്ക് സാധനമില്ലേ, അതും അവിടെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോത്താണ്. ആ ക്ലോത്തും ബാംബു കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സൈറ്റിംഗ് സാധനങ്ങളുണ്ടായിരുന്നു. നമുക്കൊരു വെൽക്കം ടീ തന്നു അവർ. അപ്പോൾ വെൽക്കം ടീ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ അവരുടെ റൂമിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. So, madam, all product in here is made from bamboo trees and coconut tree. Forms the trunks of the bamboo and coconut tree. We produce two main ingredients: artificial bamboo charcoal and bamboo fiber. First, പുള്ളിക്കാരുടെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പുള്ളിക്കാർ പറയുന്നത് അവർ ബാംബു ചാർക്കോൾ, ബാംബു ഫൈബറൊക്കെ ഉണ്ടാക്കിയെന്നാണ് കാണിച്ചത്. ആ ക്ലോത്താണ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. Are here and water. I use cotton towel. You can see this is not clean and need long time. When you finish wiping, it will be very greasy, viscous and very dirty. അവരുടെ ക്ലീനിങ് ക്ലോത്തിൻ്റെ ഡിസ്പ്ലേ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ഓയിലും സോയ സോസും ഒഴിച്ചിട്ട് അത് കോട്ടൺ ക്ലോത്ത് കൊണ്ട് അവർ ക്ലീൻ ചെയ്യുമ്പോൾ അത് ക്ലീൻ ആവുന്നില്ല. അപ്പോൾ അവരുടെ മറ്റേ ക്ലോത്ത് കൊണ്ട് അവർ ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നാണ് പുള്ളിക്കാരി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 6 to 7 months വരെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. വളരെ നീറ്റായിട്ട് വൈപ്പ് ചെയ്തെടുക്കും എന്നാണ് അവർ കാണിക്കുന്നത്. നോക്കുക, അവർ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ക്ലീനായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോന്നോരോന്നായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അവരത് കഴുകി കാണിച്ചു തന്നു. ഒട്ടും തന്നെ കറയൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ. ഇതുപോലെ തന്നെ 6 to 7 months യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. അടുത്തതായി കാണിച്ചത് ഒരു നെക്ക് പെയിൻ, ബാക്ക് പെയിൻ എല്ലാത്തിനും റിലീഫ് ഉള്ളൊരു ബെൽറ്റായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഞങ്ങളത് യൂസ് ചെയ്ത് നോക്കി, നെക്കിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അത് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ നീരിറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിരുന്നു.
അപ്പോൾ അത് അവരെൻ്റെ ഡെമോ കാണിച്ചു തരികയാണ് എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ളത്. ഇടുപ്പിലാണെങ്കിലും ഷോൾഡറിലാണെങ്കിലും നെക്കിന് വേണ്ടിയിട്ട് ചെറിയൊരു ബെൽറ്റ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഇംഗ്ലീഷ് നമുക്ക് അധികം മനസ്സിലാവില്ലെങ്കിലും അവരത് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു അവരുടേത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കാണിച്ചത് ഒരു ഹെയർ ഡൈ ആയിരുന്നു, ഹെയർ കളർ ആയിരുന്നു. അപ്പോൾ ബാംബൂവിൽ നിന്ന് ഹെയർ കളറൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അന്നാണ് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞ് കാണിച്ചത് ഷാംപൂ കണ്ടീഷണർ ആയിരുന്നു. അപ്പോൾ ഓയിൽ ചെയ്യാനുള്ള ആ ബോട്ടിലും കാണിച്ചു. അതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഓയിൽ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ രസമായിരുന്നു നമുക്ക് കണ്ടിരിക്കാനായിട്ട്. ഒട്ടും തന്നെ ബോറടിക്കാണ്ട് 10 മിനിറ്റിൻ്റെ ടൈമായിരുന്നു എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റിൽ അവർ എല്ലാത്തിനെ പറ്റിയിട്ടും നല്ലൊരു ഡീറ്റെയിൽഡ് വ്യൂ തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ കുറേ ക്ലോത്ത്സും കാര്യങ്ങളും എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ സ്റ്റോളിലോട്ട് കൂട്ടിയിട്ട് പോയി. ഇതാണ് സ്റ്റോള്. ഇവിടെ കുറേ തരം വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അതായത് ഹെയർ ടവൽസ് ഉണ്ടായിരുന്നു, ഹാൻഡ് ടവൽസ് ഉണ്ടായിരുന്നു, കുട ഉണ്ടായിരുന്നു, അതുപോലെ ഇന്നർവെയർസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അവർ പറഞ്ഞ ക്ലീനിങ് ക്ലോത്ത്. പിന്നെ ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു, ബോയ്സിനുള്ള ഷർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു പെർട്ടിക്കുലർ കളറിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാ വെറൈറ്റി കളേഴ്സും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതുപോലെ ഇത് കണ്ടോ, സോപ്പ്, ഒരുപാട് ഫ്രേഗ്രൻസ് സോപ്സ് ഉണ്ടായിരുന്നു, പെർഫ്യൂംസ് ഉണ്ടായിരുന്നു, പിന്നെ ഹാൻഡ് ബാഗ്, ഷോള്, സ്റ്റോൾസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബാംബു കൊണ്ട് ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വിയറ്റ്നാം പോയപ്പോഴാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇതുപോലെ ബാംബു ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണല്ലോ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ മുളയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലത്തെ പ്രൊഡക്ഷൻ ചെയ്താൽ നമുക്ക് അത്രത്തോളം വരുമാന മാർഗം കൂടുകയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി. നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യൂ കണ്ടതാണ്. ഇതൊരു വലിയ ബംഗ്ലാവാണ്. ഇത് ഒരാളുടെയാണ്. പുള്ളി ഒരു സിമെൻറ്റ് ഫാക്ടറി ഓണറാണ്. അപ്പോൾ പുള്ളിയുടെ വീടാണെന്ന് പറഞ്ഞിട്ട് ഗൈഡ് പറഞ്ഞു തന്നാണ്. പുള്ളിയുടെ 2 മക്കൾക്ക് വേണ്ടി ലെഫ്റ്റും റൈറ്റും പുള്ളി ഓരോ വീട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞതാ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.